നമസ്കാരം. രാമായണ ചിന്തകളിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. കേരളം കരയുന്ന നാളുകളിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്. വയനാട് ജീവൻ നഷ്ടപ്പെട്ട എല്ലാ സഹോദരങ്ങളുടെയും പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ഈ അവസരത്തിൽ. നമുക്കറിയാം, കുറേ പേർ ചികിത്സയായിട്ട് ഹോസ്പിറ്റലുകളിലും കുറേ പേർ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലുമാണിപ്പോൾ. തിരിച്ചു വരുമ്പോൾ തലചായ്ക്കാൻ ഒരു കൂര പോലുമില്ലാതെ ഇരിക്കുന്ന ആളുകളാണ് ഇന്ന് വയനാട് ആ ഭാഗത്തുള്ളത്. അവർക്ക് ഒരു കൈത്താങ്ങായി, അവരുടെ പുനരധിവാസത്തിന് ഒരു കൈത്താങ്ങായി നമുക്ക് മുന്നോട്ട് പോകണം. കേരളം മുഴുവൻ അതിനുവേണ്ടി ഉണരണമെന്ന് ഈ അവസരത്തിൽ ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ്. പ്രകൃതി ഒരു മാതാവാണ്, സർവം സഹയാണ്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരുന്നതാണ് പ്രകൃതി. പക്ഷേ ചില സമയത്ത് അസുരപ്രകൃതിയെ, അസുരഗണം അല്ലെങ്കിൽ അസുര രൂപത്തിൽ തന്നെ പ്രകൃതിയെ ചിലപ്പോൾ നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. വയനാട് സംഭവിച്ചത് അതാണ്. ആ പ്രകൃതി എന്ന ആ മാതാവിനെ ഭക്തിയോടെ സ്നേഹത്തോടെ പരിപാലിക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ ഇനിയും ധാരാളം ദുരന്തങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇന്നത്തെ രാമായണ ചിന്തകളിലേക്ക് കടക്കുകയാണ്. മുൻ അധ്യായങ്ങളിൽ അല്ലെങ്കിൽ മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നത് പോലെ രാമായണത്തിൽ ഒട്ടേറെ കഥാപാത്രങ്ങളുണ്ട്. എന്നാൽ ചില കഥാപാത്രങ്ങൾ മറഞ്ഞിരിക്കുന്നതായി നമുക്ക് തോന്നാം. വളരെ സവിശേഷമായ ഗുണങ്ങളുള്ള ചില കഥാപാത്രങ്ങളാണ് മറഞ്ഞിരിക്കുന്നതായി നമുക്ക് തോന്നാറ്. അതിലൊന്നാണ് ദശരഥൻ്റെ പത്നിയായ, ദശരഥ മഹാരാജാവിൻ്റെ പത്നിയായ സുമിത്ര. പട്ടമഹിഷിയായ കൗസല്യയ്ക്കും മഹാരാജാവിന് ഇഷ്ടപ്പെട്ട പ്രണയിനിയായ കൈകേയിയുടെ മധ്യത്തിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു കഥാപാത്രമായി സുമിത്ര മാറുകയാണ്. എന്നാൽ സുമിത്രയുടെ മഹത്വം, ആ കഥാപാത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ആ സുമിത്രയുടെ മഹത്വം നമുക്കറിയാൻ സാധിക്കും. പണ്ട് വിക്രമാദിത്യൻ മഹാരാജാവിൻ്റെ രാജസദസ്സിലെ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്ന വരരുചി, രാജസദസ്സിലൊരു തർക്കം നടന്നു. രാമായണത്തിലെ ഏറ്റവും നല്ല ശ്ലോകം ഏതെന്ന് വരരുചി അന്വേഷിച്ച് യാത്രയായി. പറയിപെറ്റ മന്ദീരകുലത്തിനൊക്കെ കാരണമായത് ആ യാത്രയാണ്. വരരുചി യാത്രാമധ്യേ വൈകുന്നേരം രാത്രിയായപ്പോൾ ഒരു മരത്തിൻ്റെ തണലിൽ അല്ലെങ്കിൽ മരത്തിൻ്റെ ചോട്ടിൽ അദ്ദേഹം കിടന്നു. ആ മരത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന 2 കിളികൾ അപ്പോൾ പറയുകയുണ്ടായി, ദാ വരരുചി, രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം അറിയാത്ത ദാ വരരുചി കിടക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ ആ ശ്ലോകം ആ കിളികൾ പറയുകയാണ്. ശ്ലോകം മറ്റൊന്നുമല്ല, രാമം ദശരഥം വിദ്ധി മാം ജനകാത്മജാം അയോധ്യ മടവീം വിദ്ധി ഗച്ഛ താത യഥാസുഖം. സുമിത്ര മകനായ ലക്ഷ്മണനോട് പറയുന്ന ശ്ലോകമാണ് രാമായണത്തിലെ ഏറ്റവും പ്രഗത്ഭമായ ശ്ലോകമായി വരരുചി തിരിച്ചറിയുന്നു. അത് മറ്റൊന്നുമല്ല, രാമനെ ദശരഥനായും സീതാദേവിയെ ഞാനെന്ന സുമിത്ര എന്ന ഞാനായും അയോധ്യയെ വനമായും കാണണമെന്നാണ് ലക്ഷ്മണനോട് അമ്മയായ സുമിത്ര ഉപദേശിക്കുന്നത്. ആ ഉപദേശത്തിൽ എത്രയോ അർത്ഥങ്ങളുണ്ടെന്ന് നാം മനസ്സിലാക്കണം. ശ്രീരാമൻ്റെ ഒപ്പം വനവാസത്തിന് തിരക്ക് പിടിച്ചു പോകുന്ന ലക്ഷ്മണൻ ആ വനവാസത്തിൻ്റെ ആദ്യ നാളുകൾ കഴിഞ്ഞാൽ അതിൻ്റെ സുഖം ഒക്കെ നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ച് കാട്ടിൽ നിന്ന് അയോധ്യയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് വനത്തെ അയോധ്യയായി കാണണമെന്ന് സുമിത്ര തൻ്റെ മകനെ ഉപദേശിക്കുന്നത്. ചെറുപ്പകാലമാണ്. 14 വർഷക്കാലം സ്ത്രീ സാമീപ്യമില്ലാതെ ജീവിക്കുമ്പോൾ ലക്ഷ്മണനിലെ മൃഗീയ വാസനകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് സീതയെ സുമിത്രയെ എന്ന ഞാനായും അമ്മയായും ശ്രീരാമനെ ദശരഥനായും കാണണമെന്ന്, അച്ഛനായും കാണണമെന്ന് സുമിത്ര കൊടുക്കുന്ന ഉപദേശം. എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഉപദേശമാണ് സുമിത്ര ആ ശ്ലോകത്തിലൂടെ മകന് കൊടുക്കുന്നത്. നമുക്കറിയാം, വനവാസത്തിന് പോകുമ്പോൾ അയോധ്യയിലേക്ക് ശ്രീരാമൻ യാത്രയാകുമ്പോൾ ശ്രീരാമനെ കരഞ്ഞാണ് അമ്മയായ കൗസല്യ യാത്രയാക്കുന്നത്. എന്നാൽ ശ്രീരാമനെ അനുഗമിക്കുന്ന ലക്ഷ്മണനെ പോയി വരും മകനെ എന്ന് പറഞ്ഞുകൊണ്ട് ധീരതയോടെ യാത്രയാക്കുന്ന സുമിത്രയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാമായണത്തിലെ ഒരു പ്രഗത്ഭ കഥാപാത്രം തന്നെയാണ് സുമിത്ര. ധീരതയോടുകൂടി പ്രവർത്തിക്കുന്ന ഭാരതീയ സ്ത്രീത്വത്തിന് തന്നെ ഉദാഹരണമായി കാണാൻ കഴിയുന്ന ഒരു കഥാപാത്രമാണ് സുമിത്ര എന്ന കഥാപാത്രം. മറ്റൊരു കഥാപാത്രം മണ്ഡോദരി, രാക്ഷസ രാജാവായ രാവണൻ്റെ പത്നിയായ മണ്ഡോദരി. നമുക്കറിയാം, രാവണൻ എന്ന പേര് കേട്ടാൽ തന്നെ ദേവലോകവും അസുരവംശവും മനുഷ്യകുലവും നാനാ
ജീവജാലങ്ങളുമൊക്കെ പേടിക്കുന്ന ഒരു കഥാപാത്രമാണ് രാവണൻ. ആ രാവണൻ്റെ പത്നിയായ മണ്ഡോദരി. ആ മണ്ഡോദരി നമുക്കറിയാം, രാവണൻ കഴിവുകളേറെയുള്ള രാജാവാണ്. എല്ലാ കാര്യത്തെക്കുറിച്ചും നന്നായി അറിവുള്ളവനാണ് രാവണൻ. പക്ഷേ സ്ത്രീജിതനാണ് രാവണൻ. പരസ്ത്രീകളോട് താല്പര്യമുള്ള തൻ്റെ ഭർത്താവിനെ ദുഃഖത്തോടെയെങ്കിലും മണ്ഡോദരി സഹിക്കുകയാണ് അവിടെ. തൻ്റെ ദുഃഖവുമൊക്കെ ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് രാമായണത്തിൽ മണ്ഡോദരി എന്ന കഥാപാത്രം നിൽക്കുന്നത്. നമുക്കറിയാം, രാമായണത്തിൻ്റെ ഒരു ഭാഗത്ത് പോലും രാവണനെതിരെ ഒരു വാക്ക് പോലും മണ്ഡോദരി ഉന്നയിക്കുന്നില്ല. അവസാന സമയത്ത് മാത്രമാണ് മണ്ഡോദരി തൻ്റെ ഭർത്താവിനോട് പറയുന്നത്. യുദ്ധം ആസന്നമായി, രാക്ഷസകുലം തന്നെ നശിക്കുമെന്ന അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ തൻ്റെ ഭർത്താവായ രാവണനോട് മണ്ഡോദരി പറയുന്നത് നമുക്കറിയാം. സീതയെ രാമന് മടക്കിക്കൊടുത്ത് രാമനോട് ക്ഷമ പറഞ്ഞ് ഈ അസുരലോകത്തെ, ഈ രാക്ഷസ ലോകത്തെ കാത്തു രക്ഷിക്കുക എന്ന മണ്ഡോദരിയുടെ ഒരു ഉപദേശം നമുക്ക് രാമായണത്തിൽ കേൾക്കാം. രാവണൻ അത് കേൾക്കുന്നില്ല. എന്നിട്ടും ഒരു പരുഷ വാക്കുകൾ കൊണ്ടോ ഒരു വെറുപ്പിൻ്റെ വാക്കുകൾ കൊണ്ടോ മണ്ഡോദരി രാവണനെ രാമായണത്തിൽ എവിടെയും ഉപദേശിക്കുന്നുമില്ല. അങ്ങനെ എല്ലാം സഹിച്ച് സഹനതയുടെ പര്യായമായി മണ്ഡോദരി എന്ന കഥാപാത്രം രാമായണത്തിൽ നിലനിൽക്കുകയാണ്. അങ്ങനെ ഒട്ടേറെ കഥാപാത്രങ്ങളാൽ നിറഞ്ഞ രാമായണം. തീർച്ചയായും ഈ രണ്ട് കഥാപാത്രങ്ങളിലാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അടുത്ത കഥാപാത്രങ്ങളുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.